തള്ളേ ഇത് ഏത് സ്ഥലം? പതിയെ പിടിയടേ. തള്ളേതാ റാഞ്ചിക്ക് കൊണ്ട് പോണു. എന്നെ എവിടെയെങ്കിലും കൊണ്ടെന്ന് വയ്യടേ. ആ തള്ളേ അതാര്? തള്ളേ ഇതെന്തര സഹ്യപർവ്വതോ? ഓ തലമണ്ടക്കിട്ട് തടവല്ലേ. ഓ കേറിയിരിക്കാൻ പോണ. അയ്യോ എന്റെ ശ്വാസകോശം സ്പോഞ്ച് പോലെ ആയേ. അമ്മച്ചിയാണ് വലിയ വില കൊടുക്കേണ്ടി വരും. രാമു നീ എവിടെ? നടുവിന് വേദന കുറവുണ്ടോ രാമു? വേദന കുറവൊന്നുമില്ല, ഇടയ്ക്കിങ്ങനെ കുത്തുക. കുറുക്കന്റെ ബുദ്ധിയല്ലേ തനിക്ക്? ഒരപകടത്തിൽപ്പെട്ട അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്ന് തനിക്ക് നന്നായിട്ട് അറിയാല്ലേ? എന്താ ഇങ്ങനെയൊക്കെ പറയണേ? പൊട്ടിവീണ ഊഞ്ഞാലിൽ നിന്ന് അതിവിദഗ്ധമായല്ലേ രക്ഷപ്പെട്ടത്. അതുകൊണ്ടാണ് പറഞ്ഞത്, സമയം നല്ലതാണെങ്കിൽ ആകാശം ഇടിഞ്ഞു വീണാലും രക്ഷപ്പെടും. മോശമായാൽ ഇതുപോലൊരു ബ്ലേഡ് മതി ജീവനെടുക്കാൻ. ജന്മം നൽകിയവരുടെ പാപഫലങ്ങൾ മക്കൾ അനുഭവിച്ചേ പറ്റൂ. അതിന് പാവം മക്കളെന്ത് പിഴച്ചു? മാതാപിതാക്കളുടെ സ്വത്തിൽ മക്കൾക്ക് അവകാശമുണ്ടെങ്കിൽ പാപത്തിലും പങ്കും. താൻ തന്റെ അച്ഛന്റെ ഡിപ്പോസിറ്റ് തുക മേടിക്കാനല്ലേ വന്നത്? അതുപോലെ ഇന്ന് നിന്റെ കാര്യം തീർക്കാൻ എനിക്ക് പറ്റിയില്ല, നാളെ തീർത്തു തരാം. ഞാൻ പോസ്റ്റ് ഓഫീസിലെ കാര്യമാണ് പറഞ്ഞത്. മനുഷ്യനെ പേടിപ്പിക്കാൻ ലൈറ്റ് ഇട്ട് നിൽക്കുക. മണിയോ? ചൂടീണമാകെ പൊന്നി ബലി കൈക്കൊള്ളുക കാണിമായ ചെമ്പട്ടൊളി ചാത്തിയ പൂമങ്കെ തുമ്പക്കടലാറ്റിയ കണ്ണാളെ നന്നക്കുടമേകുകയമ്മേ നീ മായ. ചൂടീണമാകെ പൊന്നി ബലി കൈക്കൊള്ളുക കാണിമായ ചെന്നി മിഴി നീ നീട്ടുക കാണിമായ.
ദിവസം ഇങ്ങോട്ടെ എണ്ണമെത്തിയനിയ ചക്ക വീണു മുയ ചത്ത പോലെ ഇനി എപ്പോഴും നടക്ക ഇങ്ങോട്ടെ നിന്റെ അന്ത്യമനിയ രാവിതൊന്നു മാത്രം നിനക്കായി ബാക്കിയുണ്ട് തനിയ മേലെ നോക്കി ഇനി താരമെണ്ണുവതിനില്ല പോലും സമയം കണ്ടെത്താൻ വേറെ എന്തു വഴി നീ Hi, have a nice day. താങ്ക് യു. അല്ല, നടുവേദന മാറിയോ? ഞാനത് മറന്നു. മറന്നോ? അല്ലല്ല, പറയാൻ മറന്നു. അത് ഇന്നലെ ഒരു 12-15 നടുവേന പോയി കേട്ടാ. ഒരു പ്രശ്നമില്ല, നടുവെച്ച് ഞാനിപ്പോ എന്തും ചെയ്യും. അപ്പൊ പിന്നെ പോകാം അല്ലേ? രാവിലെ തന്നെ നിന്റെ പണി തീർത്തേക്കാം. എന്ത് പണി? പോസ്റ്റ് ഓഫീസിലെ പണി. അതൊക്കെ ഇപ്പോ സാറൊക്കെ ഇനി എഴുന്നേറ്റ് വരണ്ടേ? സാർ എഴുന്നേറ്റ് റെഡിയായി നിനക്ക് വേണ്ടി കാത്തിരിക്കുക. വാ. അപ്പൊ എന്റെ ബാഗ് അയ്യോ, ഞാൻ കുളിച്ചില്ല. പല്ല് തേച്ചാവോ ഞാൻ? ബൈ. അവൻ കുളിക്കാൻ കയറിയിട്ട് മണിക്കൂർ 2 കഴിഞ്ഞു. പുറത്തിറങ്ങാതെ നമ്മളെ കുരങ്ങളിപ്പിച്ചോണ്ടിരിക്കുക. പുറത്തിറങ്ങിയാൽ അവനെ വെട്ടി കൊല്ലുമെന്ന് മനസ്സിലായി. അതും എനിക്ക് മനസ്സിലായി. പിന്നെ എന്തിനാ വെച്ച് താമസിപ്പിക്കണേ? അവനെ വരച്ച് പുറത്തേക്ക് എറിയട്ടെ. വിധിയെ തടുക്കാൻ ആർക്കും കഴിയില്ല. ഈശ്വരൻ അവന് വിധിച്ച ആയുസ് ഇന്ന് ഇവിടെ വെച്ച് തീരും. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത മറന്നോ? ഇന്നാണ് നിങ്ങളുടെ ഇളയച്ചനെ വെട്ടിക്കൊന്ന ദിവസം. പക തീർക്കാൻ ആ ദിവസം തന്നെയാണ് ഈശ്വരൻ നമുക്ക് തന്നത്.